ഇന്ന് നമ്മൾ ഡൈജഷൻ്റെ മെക്കാനിസത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓറൽ കാവിറ്റി അഥവാ വായിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പല്ലുകൾ ഉപയോഗിച്ച് ചവച്ചരയ്ക്കുന്നു. ഉമിനീരിൽ അമിലേസ്, ലൈസോസൈം തുടങ്ങിയ 2 ഘടകങ്ങളുണ്ട്. ഇതിൽ അമിലേസ് സ്റ്റാർച്ചിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. ലൈസോസൈം ആൻറ്റിബാക്ടീരിയൽ ഏജന്റാണ്. സ്റ്റാർച്ച് അമിലേസുമായി ചേർന്ന് മാൾട്ടോസായി മാറുന്നു. ഈ ഭക്ഷണം ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലേക്ക് പോകുന്നു. ഈസോഫാഗസിൽ ഭക്ഷണത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനത്തെ പെരിസ്റ്റാൾസിസ് എന്നറിയപ്പെടുന്നു. ഇനി സ്റ്റൊമക്കിൽ എന്തു സംഭവിക്കുന്നുവെന്ന് നോക്കാം. സ്റ്റൊമക്കിലെത്തുന്ന ഭക്ഷണ പദാർത്ഥം ഗ്യാസ്ട്രിക് ജ്യൂസുമായി ചേർന്ന് അരച്ചെടുക്കുന്നു. ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, പെപ്സിനോജൻ. ഈ പെപ്സിനോജൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ പെപ്സിനായി മാറുന്നു. പ്രോട്ടീനിൻ്റെ ദഹനത്തിന് പെപ്സിൻ അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ തന്നെ പ്രോറെനിൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ റെനിനായി മാറുന്നു. ഈ റെനിൻ മിൽക്ക് പ്രോട്ടീനിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. സ്റ്റൊമക്കിൽ നിന്ന് ഭക്ഷണം ഡിയോഡിനം വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പ്രവേശിക്കുന്നു. പാങ്ക്രിയാറ്റ് സെക്രീറ്റ് ചെയ്യുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഇവിടെ വച്ച് കാർബോഹൈഡ്രേറ്റ്സിനെയും പ്രോട്ടീനിനെയും ദഹിപ്പിക്കുന്നു. പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ട്രൈഗ്ലിസറൈഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വില്ലൈ എന്ന് പറയുന്ന ഭാഗമാണ് അബ്സോർപ്ഷന് സഹായിക്കുന്നത്. ഇവിടെ നിന്നും ലെഫ്റ്റ് ഓവർ ആവുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ മിനറൽസിൻ്റെയും വാട്ടറിൻ്റെയും അബ്സോർപ്ഷൻ നടക്കുന്നു. ഡൈജഷൻ നടക്കാത്ത വേസ്റ്റ് പാർട്ടിക്കിൾസ് രക്തത്തിലൂടെ പുറത്തോട്ട് കളയുന്നു. ഇതാണ് ഡൈജഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ. താങ്ക് യു.